എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് ഒരു വലിയ സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ ഇരുമ്പൻ പുളി വെച്ചിട്ട് നമ്മൾ വെള്ള നാരങ്ങയൊക്കെ ഇടുന്ന പോലെ തന്നെ വെള്ള കളറിലുള്ള ഒരു ഇരുമ്പൻ പുളി അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ടു തന്നാണ് കുറച്ച് ഇരുമ്പൻ പുളി. അപ്പോൾ ഞാനതിന് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അച്ചാറുകൾക്ക് എപ്പോഴും നല്ലത് എണ്ണ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണയ്ക്ക് പോലെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക്. അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി കഴിയുമ്പോണ്ടല്ലോ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി നോക്കിയത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ കാന്താരി മുളക്. സാധാരണ പച്ചമുളകായാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അത് ഇടുന്നുള്ളൂ. അപ്പോൾ ഇത് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒരുപാട് അങ്ങനെ മൂത്തൊന്നും വരണ്ട. ഒന്ന് ലൈറ്റായിട്ടൊന്ന് ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ തന്നെ നമ്മൾ ഈ ഇരുമ്പുളി അരിഞ്ഞത് കുറച്ച് കായപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഇരുമ്പുളിനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ഇടാത്തതുകൊണ്ട് തന്നെ പച്ചമുളക് എരിവനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതിനെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇരുമ്പുളി വേവണ വരെ വെള്ളമൊന്നും ഒഴിക്കേണ്ട. ആ എണ്ണയിൽ തന്നെ ഈ ചൂടിലിരുന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി ഒന്ന് വാട്ടിയിടുക. അപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഇരുമ്പൻ പുളി അതുപോലെ ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ലാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ ഇരുമ്പൻ പുളിയിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് വെന്ത് വരിക. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് വിനെഗർ, ഒരു 1-2 ടീസ്പൂൺ മതി, ഒരുപാട് വേണ്ട. അത് പുളിയുള്ള സാധനം തന്നെയാണ്, അതുകൊണ്ട് തന്നെ വിനെഗർ ഒരുപാട് ഒഴിക്കണ്ട. പിന്നെ ഈ അച്ചാർ അധികം ദിവസം നമുക്ക് പുറത്ത് വെച്ചേക്കാൻ പറ്റില്ല കേട്ടോ, പെട്ടെന്ന് കേടാവും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ നാട്ടിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇരുമ്പുളി ഇഷ്ടംപോലെ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി എടുക്കാം. പുറത്തുള്ളവർക്കാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണം. അപ്പോൾ ഇതാ ചൊറുക്ക് ഒഴിച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ചൂടാക്കണം. അത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ആയി വരും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ്. നല്ല ടേസ്റ്റാട്ടോ, നല്ല എരിവുണ്ട്. ഏറ്റവും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല എരിവാണ് ഇതിന്. അപ്പോൾ ആ കാന്താരി മുളകിൻ്റെ നല്ല എരിവ് പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടി ഇരിക്കുമ്പോൾ ആ പുളിമേലക്കൊക്കെ നല്ല എരിവ് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുമ്പുളി വെള്ള അച്ചാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതിനങ്ങനെ ചാറായിട്ട് ഇത് എടുക്കാൻ പറ്റില്ല. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം, പക്ഷെ ഇത് കേടാവും പെട്ടെന്ന്. നമുക്ക് അധികം ദിവസമൊന്നും വച്ചേക്കാനും പറ്റില്ല. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.